നമസ്കാരം. നക്ഷത്ര വിചാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദങ്ങളിലെ നക്ഷത്ര ദേവതാ മന്ത്രങ്ങൾ, അതേ സംബന്ധിച്ചിട്ടുള്ള വിചാരങ്ങൾ. അശ്വിനി നക്ഷത്രത്തിൻ്റെ ദേവതയായി കണക്കാക്കുന്നത് അശ്വിനി ദേവതകളാണ്. ഓം അശ്വഭ്യാം സ്വാഹ എന്നാണ് അതിൻ്റെ യജ്ഞമന്ത്രം. ഓം അശ്വഭ്യാം സ്വാഹ. ഭരണി നക്ഷത്രത്തെ യജ്ഞമായി സങ്കല്പിക്കുമ്പോൾ ഓം ഭരണ്യൈ സ്വാഹ. അതിൻ്റെ യജ്ഞമന്ത്രമായിട്ട് വരുന്നത്, ദേവതാ മന്ത്രമായിട്ട് വരുന്നത് ഓം യമായ സ്വാഹ. കാർത്തിക നക്ഷത്രത്തിൻ്റെ ഓം കൃത്തികാഭ്യ സ്വാഹ. അതിൻ്റെ ദേവതയായിട്ട് വേദങ്ങളിൽ പരാമർശിക്കുന്നത് അഗ്നിദേവനാണ്. ഓം അഗ്നയേ സ്വാഹ. ഓം അഗ്നയേ സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ട് യജ്ഞത്തിൽ ഹവിസ്സുകൾ അർപ്പിക്കുമ്പോൾ നക്ഷത്രയജ്ഞത്തിൻ്റെ ദ്രവ്യയജ്ഞ സങ്കല്പം സമാരംഭിക്കുന്നു. യജ്ഞങ്ങളെക്കുറിച്ച് ജൈമിനി എന്ന ഋഷി പറയുന്നത് വൈദിക സാഹിത്യത്തിൻ്റെ ഭാഗമാണ്. രണ്ട് രീതിയിൽ യജ്ഞങ്ങളുണ്ട്. ഒന്ന് ദ്രവ്യയജ്ഞവും മറ്റൊന്ന് ജ്ഞാനയജ്ഞവും. ദ്രവ്യയജ്ഞം എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ അഗ്നി കടഞ്ഞെടുത്തുകൊണ്ട്, അവബോധത്തിൻ്റെ അഗ്നിയെ കടഞ്ഞെടുത്തുകൊണ്ട് അതിൽ നമ്മുടെ ഉപാധികളെ, നമ്മുടെ ചിന്തകളെ ഓരോ പ്രതീകങ്ങളിലൂടെ കണ്ട് അതിലെ അഗ്നിയിൽ സ്വാഹ മന്ത്രത്തോടുകൂടെ ദേവതയെ സ്മരിച്ചുകൊണ്ട് ഹവനം ചെയ്യുന്നു, ഹോമിക്കുന്നു. അങ്ങനെ ഹോമിക്കുമ്പോൾ അത് ദ്രവ്യയജ്ഞമാവുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ വേദാന്തപരമായിട്ടുള്ള തത്വചിന്താപരമായിട്ടുള്ള അംശങ്ങളെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് അത് അവബോധത്തിൻ്റെ അഗ്നിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ധ്യാനത്തിൻ്റെ വെളിച്ചത്തിൽ, ധ്യാനത്തിൻ്റെ അഗ്നിയിൽ ഈ ദേവതയെ സ്മരിക്കുകയും ആ സ്മരണയിലൂടെ സംഭവിക്കുന്ന ധ്യാനത്തിൻ്റെ അഗാധമായ നിമിഷങ്ങളിലാണ് സത്യത്തിൽ പരിഹാരം സംഭവിക്കുന്നത്. പരിഹാരം എന്ന വാക്ക് ജ്യോതിഷ മേഖലയിൽ ഒട്ടേറെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. പരിവൃത്തിയെ ഹാരമാക്കലാണ് പരിഹാരം. പരിവൃത്തി എന്നുള്ളത് ഉപാധികളുമായി ചേർന്നുള്ള നമ്മുടെ വ്യാവഹാരിക പ്രപഞ്ചമാണ്. അതിനെ ഹാരമായി സ്വീകരിക്കുക എന്നാൽ എങ്ങനെയാണത് ഹാരമാകുന്നത് എന്ന് ചോദിച്ചാൽ, ഹാരമാകണമെങ്കിൽ ഈ പരിവൃത്തിയെ നന്നായി അറിയേണ്ടതുണ്ട്. പരിവൃത്തി മായയിൽ നിബദ്ധമാണ്, മായയിൽ ജന്യമാണ്. അതിൻ്റെ ആവരണ വിക്ഷേപ ശക്തിയാൽ ചുറ്റും ഒരു സ്വപ്ന സദൃശമായി പടർന്നു പന്തലിച്ചിരിക്കുന്ന ഈ വ്യാവഹാരിക പരിവൃത്തിയെ നമുക്ക് ഒരു ആഭരണമായി, ഒരു അലങ്കാരമായി നമ്മിൽ തന്നെ ചാർത്തണമെങ്കിൽ, നമ്മിൽ തന്നെ അത് ലയിച്ച് സമ്പൂർണമാകണമെങ്കിൽ ആ ഒരു പരിണാമ ദിശയിലാണ് പരിഹാരം സംഭവിക്കുന്നത്. പരിഹാരം സംഭവിക്കലാണ്, ധ്യാനം സംഭവിക്കലാണ്. ആ ധ്യാനം സംഭവിക്കാനുള്ള ഉപാധികളാണ് സത്യത്തിൽ ദ്രവ്യയജ്ഞം എന്ന് ജൈമിനി ഋഷി പറഞ്ഞിരിക്കുന്നു. ജൈമിനി എന്ന ഋഷി പൂർവമീമാംസയുടെ യാജ്ഞിക പദ്ധതികളുടെ ആചാര്യനാണ്, ഋഷിയാണ്. വേദവ്യാസമുനി വേദാന്തപരമായ ഉൾക്കാഴ്ചയുടെ തത്വബോധത്തിൻ്റെ ഋഷിയാണ്. ഒന്ന് ദ്രവ്യയജ്ഞങ്ങളിലൂടെ വ്യവഹാരത്തിലൂടെ നടന്നുകൊണ്ട് വേദാന്തത്തിൻ്റെ ആ സൂക്ഷ്മമായ, മനോഹരമായ, സൗന്ദര്യാത്മകമായ തലത്തിലേക്ക് നടന്നെടുക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഋഷിയും, വേദാന്തത്തിൻ്റെ രഹസ്യങ്ങളെ അറിഞ്ഞുകൊണ്ട് ധ്യാനം സംഭവിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്ന ഋഷിയുമാണ് വേദവ്യാസ ഋഷി. ഈ രണ്ടുപേരും ചരിത്രത്തിലെ ആധ്യാത്മിക മേഖലയുടെ നിർണായകമായ രണ്ട് വഴികളെ തുറന്നു തന്നവരാണ്. കാലാന്തരത്തിൽ പരിഹാരം എന്നുള്ളത് ഇവിടെ ഒന്നും സ്പർശിക്കാതെ മറ്റൊരു വഴിയിലാണ് സഞ്ചരിക്കുന്നത്. അത് പരിഹാരമാകുന്നോ എന്നുള്ളത് പോലും സംശയിക്കത്തക്ക രീതിയിൽ
പരിഹാരത്തിന് തമോ ഗുണപ്രധാനമായ, തമോ ഗുണത്തിൽ അധിഷ്ഠിതമായ ഒരു വ്യവഹാരിക പ്രപഞ്ചത്തെയാണ് നമുക്ക് ഇന്ന് കാണുവാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക്, അതിൻ്റെ അവബോധത്തിൻ്റെ ഒരു തലത്തിലേക്ക്, അവബോധാഗ്നിയുടെ തലത്തിലേക്ക് പരിഹാര മേഖലയെ കൊണ്ടുപോകേണ്ടതുണ്ട്. നക്ഷത്രത്തെ സംബന്ധിച്ച് അനവധി വിചാരങ്ങൾക്ക് പ്രസക്തിയുണ്ട്. പലപ്പോഴും നക്ഷത്രവും മനുഷ്യനും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളത് വളരെ വിചാരപരമായ രീതിയിൽ, വേദാന്തപരമായ രീതിയിൽ കണ്ടെത്തേണ്ടുന്ന ഒന്നാണ്. പലപ്പോഴും വേദാന്തത്തിൻ്റെ ഭാഗത്തു നിന്ന് ദ്രവ്യയജ്ഞത്തെ സമീപിക്കുമ്പോൾ ആ രീതിയിലുള്ള സമീപനങ്ങൾ കുറവാണ്. തന്ത്രത്തിൻ്റെ ദ്രവ്യയജ്ഞ സങ്കല്പത്തിൽ നമ്മൾ ഊന്നി നിൽക്കുമ്പോഴും അതിൻ്റെ വേദാന്തപരമായ ഉൾക്കാഴ്ചയുടെ ജ്ഞാനത്തിൻ്റെ വീക്ഷണകോണുകൾ ഇന്ന് വളരെ ശോഷിച്ചിരിക്കുകയാണ്. ഇത് രണ്ടും, ദ്രവ്യയജ്ഞവും ജ്ഞാനയജ്ഞവും ഒരുപോലെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു അവബോധ പരിഹാരമാണ് സത്യത്തിൽ അനിവാര്യമായിട്ടുള്ളത്. കാലാന്തരത്തിൽ അതിൻ്റെ പ്രഭയ്ക്ക് ഒരു മങ്ങലേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിഹാരത്തിൻ്റെ ഇന്നത്തെ നിലപാട് എന്നുള്ളത് കേവലം അവബോധമില്ലാത്ത തമസ്സിൻ്റെ ഗർത്തത്തിലാണ് നിലകൊള്ളുന്നത്. ആ ഒരു തമസ്സിൻ്റെ നിലയിൽ നിന്നും അവബോധത്തിൻ്റെ ജാതവേദാഗ്നിയുടെ, വേദത്തിൽ നിന്നും അറിവിൽ നിന്നും ജന്യമാകുന്ന ജ്ഞാനത്തിൻ്റെ, ബോധത്തിൻ്റെ, ധ്യാനത്തിൻ്റെ അഗ്നിയിലേക്ക് നമ്മുടെ ചിന്തകളുടെ ഹവിസ്സുകൾ എത്തിച്ചേരേണ്ടതുണ്ട്. ആ ഒരു തലത്തിലാണ് സത്യത്തിൽ പരിഹാരം എന്നത് സംഭവിക്കുന്നത്. ഇങ്ങനെ പരിഹാരത്തെ സംഭവിപ്പിക്കാനായിട്ട് നമുക്ക് ധാരാളം ഉപാധികൾ നമുക്ക് ഋഷികൾ തന്നിട്ടുണ്ട്. നമ്മുടെ ചരിത്രത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ, തന്ത്രശാസ്ത്രത്തിലും വേദശാസ്ത്രത്തിലുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അനവധി മാർഗങ്ങളെ തന്നിരിക്കുന്നു. ആ അനവധി മാർഗങ്ങളുടെ, പലർക്കും തോന്നും ഈ അനവധി മാർഗങ്ങൾ എവിടെയാണെന്ന്. നമ്മുടെ വഴിപാട് സങ്കല്പങ്ങളിലൊക്കെ ഒളിഞ്ഞിരിക്കുന്നത് ആ വഴികളാണ്. ഓരോ നമ്മൾ ഇപ്പോൾ വിലയില്ലാത്ത രീതിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന വഴിപാട് സങ്കല്പങ്ങളൊക്കെ തന്നെ ആ വഴികളുടെ, ആ മനോഹരമായ പാതയുടെ സിംബോളിക്കായിട്ടുള്ള അല്ലെങ്കിൽ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള, പ്രായോഗികമായിട്ടുള്ള ചില സിംബോളിക് റെപ്രസെൻറ്റേഷൻസാണ് ഓരോ വഴിപാടും. ഓരോ ക്ഷേത്രങ്ങളിലും കാണുന്നതായിട്ടുള്ള വഴിപാട് വിവര പട്ടികകൾ എടുത്ത് നോക്കുക. അതിനൊരു വേദാന്ത രഹസ്യമുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. വഴിപാടുകളിൽ വേദാന്ത രഹസ്യങ്ങളുണ്ട്. അത് ഇന്ന് നമുക്ക് പറയാനുള്ള ആളുകളില്ല. പരിഹാരത്തിൻ്റെ ദാർശനികതയെക്കുറിച്ചൊന്നും സംസാരങ്ങളില്ല, ചർച്ചകളില്ല, സംഭാഷണങ്ങളില്ല. നക്ഷത്ര വിചാര യജ്ഞത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് വഴിപാടുകളുടെ വേദാന്ത വിചാരം, അതുപോലെ തന്നെ നക്ഷത്രത്തിൻ്റെ വേദാന്ത വിചാരം, നക്ഷത്രങ്ങൾക്ക് എങ്ങനെയാണ് പേര് സിദ്ധിച്ചത്, ആ ദേവതകൾ എങ്ങനെ ഋഷികൾ കണ്ടെത്തി, ആ ദേവതകളുടെ പൊരുളെന്താണ്, ആ ദേവതാ യജ്ഞത്തെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. നമസ്തേ.